ഹലോ മച്ചന്മാരെ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? ഞാൻ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോകാനായിട്ട് എൻ്റെ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവന്മാര് ഞാൻ ഒരു മാസം മുമ്പ് ഇത് പ്ലാൻ ചെയ്തതാണ്. അന്ന് ഞാൻ ഇവന്മാരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? ആർക്കും ഇന്ന് പറ്റത്തില്ല. എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളോ ഇതല്ല. ഇപ്പം നല്ലൊരു ദിവസമാണ്. എന്നാൽ പിന്നെ സംഗതി പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചയായപ്പം വിളിച്ചപ്പം ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പം എല്ലാവർക്കും ഇന്ന് വീക്കെൻഡാണ്. എല്ലാവർക്കും വരണം. ഒരു പെരുന്നാളിൻ്റെ ആള് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കാര്യം കേട്ടോ, എല്ലാവരും വരട്ടെ. വരുമ്പോഴത്തേക്കുമാണല്ലോ നമുക്ക് സന്തോഷം. അവസാനം ഞങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലന്മാരെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ജെറിബായിനെ എടുക്കാൻ പോവാ. അങ്ങനെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിയും പറഞ്ഞു, എന്നാ ഞാനും പോന്നേക്കാന്ന്. അത് കാരണം ഇനിയിപ്പോൾ ഞാൻ പുള്ളിയെ എടുക്കാനായിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ഡിസപ്പോയിൻമെന്റ് എന്ന് പറയും. അപ്പം മൗണ്ട് ഡിസപ്പോയിൻമെന്റിലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഒരു മൗണ്ട് ഉണ്ട്, മൗണ്ട് ഡിസപ്പോയിൻമെന്റ്. ഏതൊക്കെയാലും നമുക്ക് അടിപൊളി ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മളത് പകുതി വഴി കഴിഞ്ഞു. നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ജെറിബായിനെ വീട്ടിൽ പോയി പൊക്കി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ പുള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ പയ്യെ വരുന്നേ ഉള്ളൂ. ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓരോരുത്തർക്കൊക്കെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആവും വരുമ്പോഴത്തേക്കും. ഇപ്പം തന്നെ മണി 7:30 കഴിഞ്ഞു. അല്ലേ, 10-15 മിനിറ്റ് കൂടി. ഇങ്ങനെ എന്നെ പറ്റി നേരത്തെ എന്തോ പറഞ്ഞു? നിങ്ങളെ പറ്റി പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പറ്റി ഇപ്പൊ ആൾക്കാർക്ക് ഒരു ധാരണയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിരിക്കുന്നല്ലോ, അതുകൊണ്ട് ടെൻഷനില്ല. അപ്പം നമ്മളിത് ഇന്നിപ്പോ തകർക്കാൻ പോവാണ്. അത്യാവശ്യം ഇന്ന് 30 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ? 30 ഉണ്ട്. ഇന്ന് 30 ദൂരെയൊക്കെ പുകയൊക്കെ കണ്ടു. അങ്ങ് ദൂരെ മറ്റേ ഫയർ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടായിരുന്നു. അത് പക്ഷെ നമ്മളുമായിട്ട് കുഴപ്പമില്ല. ഇന്ന് ടോട്ടൽ ഫയർ ബാനും ഒന്നുമല്ല. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. ഇനിയിപ്പോ ചെന്ന് കഴിഞ്ഞ് ടെന്റ് സെറ്റ് ചെയ്യാൻ. ജെറിബായി എന്നാ ടെന്റ് ആണോ? ഞാൻ സ്വാഗ് എടുത്തേക്കുന്നത്. ഒറ്റയ്ക്കല്ലോ. വണ്ടിക്കകത്തല്ലേ? ഞാൻ വണ്ടിക്കകത്ത്. ഞാൻ അതിനുള്ള സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടോ വണ്ടിക്കകത്ത് ഇനിയിപ്പം ഒന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. ലെവലൊക്കെ ചെയ്യണമല്ലോ. ലെവലൊക്കെ നമ്മള് ഒക്കെ സെറ്റ് ആക്കും. പിന്നെ ഞാൻ സ്വാഗ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണും. Let's go. Yeah. I'm like an addict, do I gotta have it. I ain't even playing, got a really bad habit. If it moves, gotta grab it. Fuse like a magnet, lose, won't have it till I'm doomed in a casket. I ain't playing, got a weird mind. If you work 8 hours, I'ma work 9. If the shoot tastes sour, you should taste mine. I'ma stay in power for a long time. Get up, nah, I ain't a quitter. Toss me the ball, I'm a really... Guys, അപ്പൊ നമ്മള് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കഥയില്. നമ്മൾ ആദ്യമേ വരാൻ ഇരുന്ന ഒരു സെന്റ് ബ്ലെയർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ആണ്. പക്ഷെ അവിടെ കളി നടക്കത്തില്ല. അവിടെ ഉള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ വണ്ടി നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിനകത്തേക്ക് കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള സ്വരാജ് പറഞ്ഞു, ഇവിടെ നമ്പർ 1 ക്യാമ്പ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്, അങ്ങോട്ട് വിടാത്തോ. അത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ കാട്ടിനകത്തൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് രാത്രി സ്വാഗ് അടിച്ചു തരണം കേട്ടോ. കണ്ണ് കാണത്തില്ല ഇരുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ. അല്ല, സ്വാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് വെച്ച് നമ്മൾ സെറ്റാക്കി തരും. അത് മതി. ചെയ്തു തന്നാ മതി. ചെയ്തു തരാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മള് തേടിയ വലിയ കാലേ ചുറ്റി എവൻ പേടിച്ച് അവിടെ ഇരിക്കുവായിരുന്നു. എവനൊരു കാട്ടിന്റെ അവിടെ കയറി ഇരിക്കുവായിരുന്നു. അതെ. അവനെ ഏതൊക്കെയാലും കിട്ടി. അപ്പൊ എവൻ നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു 15 കിലോമീറ്റർ ഈ കാട്ടിനകത്തോടെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ എന്നാ പറയുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. പിന്നെ ഫാമിലി കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ഇതിപ്പോ നമ്മുടെ അണ്ണന്മാരെല്ലാം കൂടി വന്ന് 2 പെക്കൊക്കെ അടിച്ച് ഞങ്ങൾ സന്തോഷം പങ്കിടാനുള്ള ഒരു രാത്രിയാണ്. The highest bidder, got juice, got gas, I'ma move fast. New shoes, new tracks, like who's that? I'm new, come back better than last. Yeah, it's a new me, never gonna look back.
never gonna look back. Cause damn, I was built to last. You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never. ഗൈസ്, അങ്ങനെ പതിവ് പോലെ അതെ ക്യാമ്പിംഗ് സൈറ്റ് വന്നിട്ട് നമ്മുടെ ടെൻ്റടിയും പരിപാടിയെല്ലാം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ടെൻ്റ് അടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും ഓരോ അലവലാദികൾ കാണുമല്ലോ. ടെൻറ്റ് ഒന്നും കൊണ്ടുവരത്തില്ല, നേരെ വന്ന് ഇങ്ങനെ അങ്ങ് വീഴ്ച നിൽക്കും. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും ടെൻ്റ് എടുത്തുകൊണ്ട് പോവാ, എനിക്കുള്ള കിടക്ക എടുത്തുകൊണ്ട് പോവാ, മെത്ത എടുത്തുകൊണ്ട് പോവാ, ബെഡ്ഷീറ്റ് കൊണ്ടുപോവാ. അങ്ങനെ ഒരു ടീമും ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടെൻ്റ് അടിക്കുന്നത്. നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്കകത്താണ്. ഇതാണ് ജെറിബായുടെ സംഭവം കേട്ടോ. ജെറിബായി വന്നപ്പോഴേ നമ്മുടെ സ്വാഗ്, അതിപ്പോൾ നമ്മുടെ ഓനിങ് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു സ്വാഗ് സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ അബിൻകുട്ടൻ്റെ വണ്ടിയാണ്. ഇത് BYDയുടെ വണ്ടിയാണ്. ഇതിനൊരു ഗുണം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി നമുക്ക് അതിനകത്തുനിന്ന് ലഭ്യമാണ്. അപ്പം ഇതുപോലെ നമ്മുടെ 240 വോൾട്ടിൻ്റെ നമ്മുടെ സോക്കറ്റ് ഉണ്ട് 2 എണ്ണം. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കുത്തി, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ബേണറാണ്. അപ്പോൾ അതിലിട്ട് നമ്മൾ പൊറോട്ട ചൂടാക്കുന്ന രംഗമാണത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. നമ്മുടെ അബിനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂരാപ്പള്ളി ഉണ്ട്, അതുപോലെ തന്നെ സ്വരാജ്, ജെറിബായ്, കൂരാപ്പള്ളിയുടെ സാരഥി സോണിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മനീഷാണ് ആ വരുന്നത് കേട്ടോ. ഒന്നും പറയണ്ട, പുള്ളി 10:30 കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനും പുള്ളിയും കൂടി പണ്ടൊരു ട്രക്കയിൽ പോകുന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ മിൽഡൂരേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുള്ളി വരുന്ന വഴിയാണ്. കുരുത്തക്കേട് കയ്യിലുള്ളത് കൊണ്ട് നേരെ ടെൻ്റ് ഇടിച്ച് തകർക്കാനൊക്കെയാണ് പോകുന്നത് ആശാൻ. ഞാൻ MKS എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ശ്രീലങ്കക്കാരുടെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ജെറിബായ് എനിക്ക് തോന്നുന്നത് മനീഷിനെ ആദ്യമായിട്ടാണോ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഞങ്ങളൊന്നും വേണ്ടുന്നില്ലേ സോഞ്ചേട്ടാ? ഞങ്ങളും ജീവിച്ചിട്ട് തന്നെ വരുന്നേ. ഇങ്ങനെ മൊത്തത്തിൽ ബ്ലോഗിലാകും കേട്ടോ. അങ്ങനെ ജെറിബായ് അതൊക്കെയാലും മനീഷിനെ കണ്ടുമുട്ടി. കുറച്ച് നാളുകളായിട്ട് മനീഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജെറിബായുടെ കൂട്ടത്തിൽ ഒരു ക്യാമ്പിങ്ങിന് പോകണമെന്ന്. ഏതായാലും അതൊക്കെ കഴിഞ്ഞു. നമ്മളിത് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സൊറയൊക്കെ പറഞ്ഞൊരു 12:30-1 മണി വരെ നമ്മളിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കയറി കിടന്നിട്ട് രാവിലെ എണീറ്റ് വരുന്ന രംഗങ്ങളാണ്. ഉറക്കം പൊളിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങി, സുഖമായ ഉറക്കം, ഒരു കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ വണ്ടിക്കകത്ത് നമ്മുടെ ബെഡും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിയത്. സുഖമായിരുന്നു, അടിപൊളി. അപ്പം ഇതുപോലെ 4 വീൽ ഡ്രൈവിനൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് ഇതുപോലെ സെറ്റപ്പ് ആണെന്നുണ്ട്. ടെൻ്റ് അടിക്കുന്ന സംഭവം ഒഴിവാക്കാം. ഗുഡ് മോർണിംഗ്. അബിനൊക്കെ ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവരൊക്കെ പയ്യെ പോവുക. നമുക്ക് പിന്നെ വേലയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ പോയാൽ മതി. അണ്ണന്മാരെ ഉറങ്ങിയോ? ഇതെന്തോടാ നീ മേളിൽ കയറി നിൽക്കുന്നത്? ഇതെന്തോ നീ മേളിൽ കയറി നിൽക്കുന്നത്? ഓ, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. പണ്ടൊക്കെ അതായത് ഒരു മരത്തിന്റെ മേളിലേക്ക് കയറി രാവിലെ റേഞ്ച് നോക്കുന്നൊരു ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ വൈകുന്നേരം വന്ന് നിങ്ങളെ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ. ഇന്നലെ ഒരു ക്യാമ്പ് ഫയർ ഇടണ്ടായിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ല. തടി ഇവിടെ ആരാണ്ട് തടിയൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിന് മാത്രം തണുപ്പൊന്നുമില്ലായിരുന്നു. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അതൊരു ടോയ്ലറ്റാണ്.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പർ 1 ക്യാമ്പ് സൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഗൈസ് ഇങ്ങനെ ഇവിടെ ആരാണ്ടൊക്കെ കുറേ തടി കഷ്ണങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഫയർ വിട്ടു. സ്വരാജ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? അടിപൊളി സെറ്റ്. ഏതൊക്കെയാലും വെതർ അടിപൊളിയായിരുന്നു അല്ലേ? മഴയില്ലായിരുന്നു, ഒരു തുള്ളി കാറ്റില്ലായിരുന്നു. അടിപൊളി. ചെറുവ ഇവിടെ കാപ്പി ഇടുന്ന തിരക്കിലാണ്. കാപ്പി ആയില്ലേ? എന്തോ ഇത് 1 മണിക്കൂറായല്ലോ. ഞാൻ അന്നേരം അവിടെ തീ ഇട്ടു. ഗ്ലാസ് ഉണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ. ഗ്ലാസ് ഉണ്ട്, പഞ്ചസാര ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഇതല്ലേ പഞ്ചസാര ഇരിക്കുന്നത്. പിന്നെ ഈ കപ്പിന് അതിനാ കുപ്പി ഗ്ലാസ് ഈ നാട്ടിലൊക്കെ ചായക്കട വരെ പൊട്ടിപ്പോയെന്ന് പറയരുത്. പിന്നെ ഒന്നും പൊട്ടത്തില്ല. ഇന്നലെ ആൽക്കഹോൾ ഒഴിച്ച ഗ്ലാസ് അല്ലേ, ഒരു പ്രശ്നമില്ല. പൊലിപ്പിക്കണേ ഒന്നും ഒരു വിഷയമില്ല. ഏതൊക്കെയാലും വണ്ടിക്കകത്ത് ഉറക്കം സുഖമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിയത്. അടിപൊളി. പിന്നെ കാലൊക്കെ നല്ല നെടുനീളത്തിൽ വെക്കാം, ഒരു വിഷയമില്ല. അങ്ങനെ അവിടുന്ന് ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞ് നമ്മളിതേ നേരെ ആ കാട്ടിലൂടെ തന്നെ തിരിച്ച് മെൽബണിലേക്ക് യാത്രയായി കേട്ടോ. അപ്പം മെൽബണിലെ കുറച്ച് സിറ്റിയുടെ കാഴ്ചകളും കൂടി നമുക്ക് കണ്ടാലോ. അപ്പം നമ്മുടെ ഒരു ചെറിയ ക്യാമ്പിംഗ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സന്തോഷം. ചുമ്മാ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഓരോ വീക്കെൻഡിൽ ഇതുപോലെ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ക്യാമ്പിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളും. ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു അല്ലേ? ചൂടുമില്ല. അതെ അതെ, ഒരു ഇല പോലും അനങ്ങിയില്ല അല്ലേ? നല്ല രസമായിട്ട് രാവിലെ ചെറിയൊരു തണുപ്പ്. അത് തന്നെ. ചെറിയൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമ്മളിത് സന്തോഷമൊക്കെ പങ്കിട്ട് തിരിച്ചിങ്ങ് പോകും. അത്രയാണ്. അപ്പം മൈൻഡ് നല്ലതായിട്ട് റിഫ്രഷ് ആയി അല്ലേ? പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകണ്ടേ, ഫ്രണ്ട്സിനെ കാണാം. അതെ, ഫ്രണ്ട്സിനെ കാണാം. ഫാമിലിയോട് ഇരുന്നാൽ മാത്രം പോരാല്ലോ, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരിക്കണം. അതെ 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 അതെ. അപ്പൊ അങ്ങനെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നതോടും വരെ നന്ദി നമസ്കാരം. താങ്ക് യു വെരി മച്ച്.